UDF അധികാരത്തിൽ വന്നാൽ ഒരു കാരണവശാലും സിൽവർ ലൈൻ നടപ്പാക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സിൽവർ ലൈനു വേണ്ടി ഏറ്റെടുത്ത ഭൂമി ഡീനോട്ടിഫിക്കേഷൻ ചെയ്യും. വയനാട് വീട് പദ്ധതി പൂർത്തിയാകുമ്പോൾ കണക്ക് അവതരിപ്പിക്കും. ആദ്യം രക്തസാക്ഷി ഫണ്ട് തട്ടിച്ച കണക്ക് പറയട്ടെ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രതിപക്ഷം ഫണ്ട് നൽകിയതാണെന്നും VD സതീശൻ വ്യക്തമാക്കി. കേരള ബാങ്ക് വിഷയം പുനരാലോചിക്കും. ലാഭത്തിൽ പോകുന്ന പല ബാങ്കും പ്രശ്നത്തിലാകുന്നു. കിഫ്ബിയും പുനഃപരിശോധിക്കും. ഒരു പ്രയോജനവുമില്ലാത്ത സ്ഥാപനമായി കിഫ്ബി മാറി. പരസ്യം നൽകുന്നതിനു വേണ്ടി മാത്രമായി കിഫ്ബി മാറി. സർക്കാരിന്റെ പരസ്യമല്ല കിഫ്ബിയുടെ ജോലിയെന്നും VD സതീശൻ വിമർശിച്ചു. പിണറായി സർക്കാർ കേരളം ഭരിച്ച പോലെ ചന്ദ്രശേഖർ റാവു തെലങ്കാന ഭരിച്ചുവെന്ന് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ആരോപിച്ചു. ഇരുവരുടെയും ഭരണം ഒരുപോലെയായിരുന്നു. കുടുംബത്തിനു വേണ്ടി, സ്വന്തം ആവശ്യത്തിനു വേണ്ടി. തെലങ്കാനയിലെ ഗ്യാരണ്ടിയെപ്പറ്റി പലരും തെറ്റായി പറയുന്നു. പിണറായി അവിടെ വന്നു നേരിൽ കാണണം. അതിനായി എല്ലാ സൗകര്യവും ഒരുക്കാൻ തയ്യാർ. സർക്കാർ പ്രവർത്തനങ്ങൾ എങ്ങനെയെന്ന് വ്യക്തമാക്കാം. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകിയിട്ടും RTC ലാഭത്തിൽ തന്നെയാണ്. UDF പ്രഖ്യാപിച്ച ഗ്യാരണ്ടി കേരളത്തിൽ നടപ്പാക്കുമെന്നത് തന്റെ ഗ്യാരണ്ടിയെന്ന് രേവന്ത് റെഡ്ഡി വ്യക്തമാക്കി. കേരളത്തിലെ യുവാക്കൾ ആദ്യം UDF നേതൃത്വത്തെ തിരഞ്ഞെടുത്താൽ ഉറപ്പുകൾ യാഥാർത്ഥ്യമാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. 17 വർഷത്തെ ഈവന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധയാകർഷിച്ച ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ് വടക്കാഞ്ചേരിയിൽ വെഡിംഗ് കാറ്ററിംഗ് സർവീസ്, ബർത്ത്ഡേ ഡെക്കറേഷൻ, ഹൽദി പ്രോപ്പർട്ടി റെന്റൽസ്, കോർപ്പറേറ്റ് ഈവന്റ്, എക്സിബിഷൻ, ഇനോഗ്രേഷൻ, ട്രാവൽ ടൂറിസം, ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ, ഹണിമൂൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം. ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ്, ജോസൺസ് വീഡേ, നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച്, വടക്കാഞ്ചേരി, തൃശൂർ. ഫോൺ 9497558576 9745451369. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.